വീട്ടുകാരെ കുറിച്ച് ഒരു വിചാരമില്ലാതെ നടക്കുന്ന തലമുറ. നൂജനാണ് പോലും നൂജ. അമ്മമാരുടെ മനസ്സ് നീറുന്നതിനെ കുറിച്ച് എന്താ ഇവന്മാർ ചിന്തിക്കാത്തത്? ലോകത്തുള്ള സകല കാര്യങ്ങളും പഠിക്കും, എന്നാലോട്ട് പെറ്റമ്മമാരുടെ മനസ്സ് പഠിക്കൂല. നിങ്ങളൊരാളെ അന്വേഷിക്കുന്നത് പോലെ തോന്നുന്നു. ആ അപ്പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാക്കാൻ മനഃശാസ്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ മുഖം കണ്ടാ മനസ്സിലാവും. ആ പിന്നെ നിങ്ങൾ അന്വേഷിക്കുന്ന ആളെ ഈ ഭാഗത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ ഭാഗത്തേക്ക് പോകൂ, അവിടെ എവിടെങ്കിലും ആളുണ്ടാവും. സംശയിക്കണ്ട, അതിലെ പൊക്കോളൂ. നിങ്ങൾ അയാളെ കണ്ടുമുട്ടും, ഉറപ്പ്. എന്താ ഇവിടെ ഇരിക്കുന്നേ? ദീപാരാധന തൊഴുതില്ലേ? വെറുതെ ചെല്ല്, ദേവിയെ കണ്ട് മനസ്സിലെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്ക. ചെല്ല്. നമ്മളെ കുറിച്ച് ഓർത്ത് അമ്മമാര് കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ദേവിയുടെ നടയിൽ വെച്ച് പറയാ, പിന്നെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. ഏതമ്മ? പെറ്റമ്മ. നീ എന്താ നിന്റെ അമ്മയെ വിളിച്ച് സംസാരിക്കാത്തത്? ആ അമ്മയുടെ വിഷമം കേട്ടപ്പോ എനിക്ക് എന്നെ സങ്കടം വന്നതാ. നിന്നെ കണ്ടുപിടിച്ച് അമ്മയോട് സംസാരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഇത് നിന്റെ അമ്മയുടെ നമ്പറാ, ഒന്ന് വിളിച്ച് സംസാരിക്കേ. ഹലോ അമ്മേ, ഇത് ഞാനാ. അമ്മ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും കടുകയോ ചെയ്ത് കളയുമെന്നുള്ള വിചാരവും വേണ്ട. ഞാനിപ്പോ നല്ല മനസമാധാനത്തോടെ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ കൊല്ലൂർ അമ്മയുടെ നടയില്ല, പൂജയും ആരാധനയും സദ്വദന ശ്രവണമൊക്കെ ആയിട്ടങ്ങ് പോകുന്നു. മോനെ, നീ എന്നാ തിരിച്ചു വരുന്നേ? എന്നു വേണമെങ്കിലും തിരിച്ചു വരാം. പക്ഷേ പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങനെ വിട്ടുപോകാൻ തോന്നുന്നില്ല അമ്മേ. അത് സാരമില്ല മോനെ. അമ്മയുടെ നടയില് എന്റെ മോൻ എത്ര നാൾ നിൽക്കണമെന്ന് തോന്നിയാലും നീ അവിടെ നിന്നു. പക്ഷേ മോനെ, ദിവസവും നീ ആരുടെയെങ്കിലും ഫോൺ വാങ്ങിച്ച് എന്നെ ഒന്ന് വിളിച്ചാ മതി. ആ അമ്മേ, ഞാൻ വിളിക്കാം. ആ മോനെ, പിന്നെ ATM കാർഡ് കയ്യിലില്ലേ? ആവശ്യമുള്ള കാശ് നീ എടുക്കില്ലേ? അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. എന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പണമൊക്കെ ഉണ്ട്. എന്നാ ശരി അമ്മേ, ഞാൻ വിളിക്കാം. എത്രയും വേഗം വരാൻ നോക്കാം. ശരി മോനെ. ശരി. അമ്മേ, ദേവി. താങ്ക്സ് ഏട്ടാ. ഞാൻ നിന്നോടാ നന്ദി പറയേണ്ടത്. ആ അമ്മയുടെ ഇപ്പോഴത്തെ സന്തോഷം എനിക്ക് ഊഹിക്കാൻ കഴിയും. ആ അമ്മയുടെ സന്തോഷത്തിന് കാരണക്കാരനാകാൻ കഴിഞ്ഞതിൽ ഞാൻ നിന്നോടാ നന്ദി പറയേണ്ടത്. ഇനി ഇവിടെ ചുറ്റിത്തിരിയാതെ വീട്ടിലേക്ക് പോ. ആ അമ്മയ്ക്കൊരു മനസ്സമാധാനം കിട്ടട്ടെ. ചില അമ്മേ ദേവി. എന്താ ശ്രീകലാമ്മ? അവൻ സന്ദീപ് വീണ്ടും വിളിച്ചു. ഓ, എന്നിട്ട്? അവന്റെ ആ പഴയ രീതിയൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പൊ നല്ല സന്തോഷത്തിലാ സംസാരിക്കുന്നെ. എന്നിട്ട് ആളിപ്പോ എവിടെയാ? അവിടെ തന്നെ, കൊല്ലൂര്. ഓ, ആളിപ്പോ വലിയ മൂകാംബിക ഭക്തനായിരിക്കുക.
സമാധാനമായി അല്ലേ ശ്രീകലാമ്മേ? അതെ, ദേവി തന്നെ അവനെ ചേർത്ത് നിർത്തിയല്ലോ. ഒരു കാലത്ത് ഭക്തിയും വിശ്വാസവും ഒന്നും ഇല്ലാത്തവനായിരുന്നു. ഇപ്പൊ എന്തായാലും മൂകാംബിക അമ്മയുടെ അടുത്തെത്തിയതോടെ ഭക്തനായി. ഇനി വേണ്ടാത്തതിനൊന്നും ഒരുങ്ങില്ല എന്റെ കുട്ടി. അതെ അതെ. ഭക്തി പോലും ഭക്തി. എവിടെയെങ്കിലും കിടന്ന് ചത്തെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് അനുഭവിക്കാമായിരുന്നു. ഏത് നേരത്താണോ അവൻ അങ്ങോട്ട് പോകാൻ തോന്നിയത്? പത്തുതിക്കും മുഴങ്ങും മട്ടുതി ശങ്കത്തെ ദേവിയും ഗർജിച്ചിതുഗ്രമായി ക്രുദ്ധൻ ബലവാൻ സിംഹവും തഥ. അമ്മേ, സന്ദീപ് വിളിച്ചിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാവുമല്ലേ? ഇല്ലമ്മേ, അവിടെ അമ്മയോട് ഭക്തി വന്നിരിക്കുക. ആഹാ, അവിടുന്ന് പോരാൻ തോന്നുന്നില്ല പോലും. എന്നിട്ട് മോൾ എന്തു പറഞ്ഞു? അവിടെ നിൽക്കാൻ തോന്നുന്നിടത്തോളം നിന്നോളാൻ പറഞ്ഞു. അതല്ലാതെ ഞാൻ എന്ത് പറയാനമ്മേ? അമ്മേ, എന്തായാലും സംസാരത്തിലൊക്കെ നല്ല മാറ്റം തോന്നുന്നുണ്ട്. ഇവിടുന്ന് പോയ പോലുള്ള ആളെ അല്ല. ആ, എല്ലാം ദേവിയുടെ കൃപ. ഇനിയെങ്കിലും അനർത്ഥങ്ങളിലൊന്നും ചെന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു. എന്റെ ദേവി, അത് തന്നെ അമ്മേ എന്റെയും പ്രാർത്ഥന. അമ്മേ, ദേവി, മൂകാംബികേ. അവൻ വിളിച്ചിരുന്നു അല്ലേ? അതെ, എല്ലാം ദേവിയുടെ കൃപ. നമ്മൾ ആരും അവനെ ദ്രോഹിച്ചിട്ടില്ല. അവന്റെ ഒരാഗ്രഹത്തിനും എതിര് നിന്നിട്ടുമില്ല. എന്നിട്ടും അവൻ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് എന്തുകൊണ്ടാ? തമ്പിയേട്ട, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കല്ലേ. നേരത്തെ അവന് കുറച്ച് ശാഠ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷേ ഇന്ന് വളരെ സ്നേഹത്തോടെയാ സംസാരിച്ചത്. അവിടെ ദേവിയുടെ നടയിൽ ചെന്നതോടെ അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതവന്റെ സംസാരത്തിലും ഉണ്ട്. എങ്കിലത് നന്നായി. പക്ഷേ മടങ്ങി വരണ്ടേ? അതിനെക്കുറിച്ച് അവൻ എന്തു പറഞ്ഞു? എത്രയും വേഗം തിരിച്ചു വരുമെന്നാ പറഞ്ഞത്. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് വന്നു എന്ന് പറയാം. ഇനി വരാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിൽക്കാനാണ് ശ്രമമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അത് വേണ്ട തമ്പിയേട്ട, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോണ്ട. അവൻ മൂകാംബിക അമ്മയിൽ ലയിച്ച് അമ്മയുടെ ഭക്തിയിൽ മുഴുകി അവിടെ നിൽക്കുക. അവിടെ നിൽക്കട്ടെ. തിരിച്ചു വരാൻ തോന്നുമ്പോ തിരിച്ചു വരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ആ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. ആ, നാളെയും വിളിച്ചോളാന്ന് അവൻ പറഞ്ഞേ. എനിക്കത്രയും മതി. ദോഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞാൽ മാത്രം മതി. ദോഷങ്ങളൊന്നും സംഭവിക്കാനില്ല. അവനൊരാണല്ലേ?